നമുക്കൊരു മസ്റ്റ് വാച്ച് എന്നൊക്കെ നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു ഹിന്ദി സിനിമയെ പരിചയപ്പെടാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എംസോണിലൂടെ പരിഭാഷയൊക്കെ നടത്തിയിട്ടുള്ള ഒരു ഗംഭീര സിനിമ തന്നെയാണ്. എന്തായാലും സിനിമയെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ തന്നെ ഒന്ന് ശ്രമിക്കുക. പിന്നെ ഈ ഒരു സിനിമ പരിഭാഷ നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പരിഭാഷ നമ്പർ എന്നുള്ളത് 3344 എന്നുള്ളതാണ് എംസോണിൽ. അതിലെ പരിഭാഷകരുടെ പേര് എന്നുള്ളത് സജിൻ MS അതുപോലെ ഗിരി PS ചേർന്നിട്ടാണ് പരിഭാഷയും നടത്തിയിട്ടുള്ളത്. ഇനി ഈ ചിത്രത്തിൻ്റെ പേര് പറയാം. ചിത്രത്തിൻ്റെ പേര് ലാപ്ഡ ലേഡീസ്. 2023 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു കോമഡി ഡ്രാമ സിനിമയുടെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിത്രത്തിൻ്റെ കഥാപരിസരം എന്നുള്ളത് ഏകദേശം 2001 കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചിത്രത്തിലെ കഥാനായകൻ ഒരു ഫാർമറാണ്. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു യുവാവ് ദീപക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്നുള്ളത്. അദ്ദേഹം അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ചെന്ന് ഭൂലെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് തൻ്റെ നാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അതൊരു ട്രെയിനിലൂടെയാണ് കൊണ്ടുവരുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ വരുന്ന വഴിയിൽ തൻ്റെ വൈഫ് അല്ലെങ്കിൽ ഭൂലെന്ന് പറയുന്ന തൻ്റെ ഭാര്യ കാണാതാകുകയാണ്. ഇതിന് ശേഷം എന്തൊക്കെ സംഭവിച്ചു എന്ന് കാണിച്ചു തരുന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത്. ഇനി ഈ ഒരു സിനിമയെപ്പറ്റി പറയുമ്പോഴത്തേക്കും ആദ്യമേ പറയേണ്ടത് ഈ ഒരു സിനിമയിലെ കഥയും തിരക്കഥയും എന്നൊക്കെ ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കഥയ്ക്കുള്ളിലൂടെ കുറേ മെസ്സേജുകൾ നൽകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഭാരതത്തിൽ സ്ത്രീകൾ നിഷേധിക്കപ്പെടുന്ന ചില അവകാശങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ അത്യാവശ്യം എനിക്കൊന്ന് ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ചിത്രത്തിൻ്റെ കഥയ്ക്കുള്ളിലൂടെ പറയുന്നുണ്ട്. അതുതന്നെയായിരുന്നു ഏറ്റവും ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾ സിനിമ കണ്ട് തന്നെ അതെന്തൊക്കെയാണെന്നുള്ളത് ഫീൽ ചെയ്തെടുക്കുക. കൂടാതെ തിരക്കഥയെ പറ്റിയാട്ടോ എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു കുഞ്ഞു നോട്ടാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കഥകളെ മനോഹരമാക്കി മാറ്റാൻ എപ്പോഴും സാധിക്കുന്നത് നല്ല മികച്ച തിരക്കഥ എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെയാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും ഗംഭീര വർക്ക് തിരക്കഥ എന്നുള്ളൊരു കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 ക്ലാപ്പ് കൊടുക്കണം. അമ്മാതിരി ായിട്ടാണ് തിരക്കഥ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്ക് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ സ്ത്രീകൾ ഞാൻ പറഞ്ഞില്ല ഇന്ന് നേരിടുന്ന ചില പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ കൺവേ ചെയ്യുന്നുണ്ട് തിരക്കഥയിലൂടെ. അതുപോലെ തന്നെ ഓരോ കഥാപാത്രത്തിനും ഓരോ ഇമോഷൻസ് വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ ആ കഥാപരിസരമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ തിരക്കഥ പ്രോപ്പറായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലാഗില്ല. അതായത് സിനിമ 2 മണിക്കൂർ 3 മിനിറ്റും കണ്ടാണ് ഈ സമയം പോകുന്നതിന് അറിയില്ല. നമ്മൾ ഒറ്റയടി അങ്ങ് പെട്ടെന്ന് ഇരുന്ന് കണ്ട് തീർക്കുകയാണ്. അന്മാതിരി രസത്തിലാണ് തിരക്കഥയൊക്കെ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ പെർഫോമൻസിൻ്റെ കാര്യം പറയണം. അതായത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് ആർട്ടിസ്റ്റുകൾ അവരുടെ പ്രകടനങ്ങൾ ഒന്നും തന്നെ ഉടനെ ഒന്നും മാഞ്ഞു പോകില്ല. അമ്മാതിരി കാസ്റ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എസ്പെഷ്യലി പറയേണ്ടത് നായകനായിട്ട് അല്ലെങ്കിൽ ദീപക് എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന സ്പർശ് ശ്രീവാസ്തവ് എന്ന് പറയുന്ന ആക്ടർ. പുള്ളിയുടെയൊക്കെ പ്രകടനം എടുത്തു പറയണം. ഗംഭീരമായിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കൂടാതെ 2 നായികമാരുണ്ട്, പുഷ്പറാണി അതുപോലെ തന്നെ ഭൂല് എന്ന് പറയുന്ന 2 ക്യാരക്ടേഴ്സ്, 2 നായികമാരാണ്. 2 പേരുടെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ക്ലാപ്പ് അർഹിക്കുന്ന രീതിയിൽ തന്നെയാണ്. കൂടാതെ ഒരുപാട് താരങ്ങളുണ്ട് കേട്ടോ. അതായത് ഈ ഭൂലെന്ന് പറയുന്ന കഥാപാത്രം ഒരിടത്ത് ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും അവിടെ സഹായിക്കാനായിട്ട് കുറച്ച് പേരൊക്കെ എത്തുന്നുണ്ട്. അവരുടെ പ്രകടനങ്ങളായിട്ട് അതുപോലെ ഈ സിനിമയ്ക്കുള്ളിൽ ഒരു ഇൻസ്പെക്ടർ ക്യാരക്ടർ ഉണ്ട്. പുള്ളിയുടെ പ്രകടനമായിട്ട് ക്ലൈമാക്സിലൊക്കെ നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രകടനങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലൂടെ കാണാൻ സാധിക്കും. പിന്നെ ഈ സിനിമയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഇമോഷൻസ് ഒക്കെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് മ്യൂസിക് ഡയറക്ടർ റാം സാവത്താന്ന് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് വർക്കൊക്കെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാൻ സാധിക്കും. കാരണം ഈ സിനിമ എൻഡ് ചെയ്ത് തീരുമ്പോഴത്തേക്കും ഒരു ബസ്, ആ ബസ്സിനെ ഫോക്കസ് ചെയ്ത് ഒരു ഏരിയൽ ഷോട്ടാണ് പോകുന്നത്. ആ ടൈമിൽ ഒരു മ്യൂസിക് കൊടുക്കുന്നുണ്ട്. നല്ല രസം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ തീർന്നു എന്നറിയാം, എന്നാലും നമ്മൾ സ്കിപ്പ് ചെയ്യില്ല. ആ മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കും. അമ്മാതിരി കിടിലൻ വർക്കാണ് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മികച്ച രീതിയിലുള്ള സിനിമാറ്റോഗ്രഫി കാഴ്ചയുണ്ട്. അതായത് സിനിമയ്ക്കുള്ളിൽ ഒരു നിഷ്കളങ്കത ഉണ്ടായിരുന്നു. ഓക്കെ, ആ നിഷ്കളങ്കതയൊക്കെ തന്നെ നിങ്ങൾക്ക് സിനിമാറ്റോഗ്രഫി കാഴ്ചയിലൂടെ ഒക്കെ തന്നെ കാണാൻ സാധിക്കും. നല്ല രസമുള്ളൊരു സിനിമയാണ്. തീർച്ചയായിട്ടും കാണുക. കുടുംബമൊക്കെ ആയിട്ടിരുന്ന് കാണാൻ സാധിക്കുന്ന ഒരു നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഗംഭീര സിനിമ. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം എനിക്കൊരു മസ്റ്റ് വാച്ച് ഫീൽ നൽകിയ ഒരു സിനിമ തന്നെയാണ്. സോ ഒരു 7.5 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്. 10ൽ ഒരു 7.5. കണ്ടു തീർത്ത് കഴിയുന്ന ആരും തന്നെ ഈ സിനിമ മോശമെന്ന് പറഞ്ഞു വരില്ല. അതെൻ്റെ ഗ്യാരണ്ടി. ധൈര്യമായിട്ട് പോയി കണ്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ടാറ്റ.